ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഹോസിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വചനം. അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ച് കരഞ്ഞ് അവന്റെ അനുഗ്രഹം യാചിച്ചു. ബഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. ഹോസിയയുടെ പുസ്തകത്തിൽ യാക്കോബിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു വചനമാണിത്. കർത്താവ് യാക്കോബിനെ ഏറെ സ്നേഹിച്ചു എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാനുഷിക ദൃഷ്ടിയിൽ അനീതി എന്നൊക്കെ തോന്നാവുന്നത് പോലെ എസാവിനേക്കാൾ അധികം സ്നേഹിച്ച കർത്താവ് യാക്കോബിനെ ഒത്തിരി സ്നേഹിച്ച കർത്താവിനെ നമ്മൾ കാണുകയാണ്. കർത്താവിൻ്റെ നീതിയെ നമുക്ക് ആർക്കും മനസ്സിലാക്കാനാവില്ല. എന്നാൽ അവൻ്റെ സ്നേഹം കണ്ടെത്തുവാനും ആ സ്നേഹത്തിന് പാത്രീഭൂതരാകാനും നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയെ പോലും ഈ ലോകത്തിൽ ഇന്നോളം കർത്താവ് കൈവിട്ട് കളഞ്ഞിട്ടില്ല. നല്ല തമ്പുരാനെ, അങ്ങയെ ആഴമായി സ്നേഹിച്ച വ്യക്തിയെന്നാണ് യോഹന്നാസ്ലീഹ തന്നെ പറഞ്ഞു വയ്ക്കുക. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാസ്ലീഹായെ ഈശോ സ്നേഹിച്ചു, പത്രോസ്ലീഹ ഈശോ സ്നേഹിച്ചു, യാക്കോബ് സ്ലീഹ ഈശോ സ്നേഹിച്ചു. എന്നാൽ ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്ന് തൻ്റെ പേര് പോലും പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കാതെ ഈശോ സ്നേഹിച്ചവനെന്ന് സ്വയം വിശേഷിപ്പിക്കുമാറ് ദൈവസ്നേഹത്തിൻ്റെ കൃപ ആവോളം സ്വന്തമാക്കി യോഹന്നാനെ പോലെ ദൈവത്തെ